നമ്മുടെ ഈ സമ്മേളനം ആരംഭിച്ചിട്ട് 114 വർഷമാവുകയാണ്. ആചാര്യന്മാരുടെയും സമുദായ സ്നേഹികളുടെയും അന്നത്തെ നവോത്ഥാന നായകന്മാരുടെയും ഒക്കെ ദീർഘദൃഷ്ടിയുള്ള, സാമാജിക ബോധമുള്ള, വലിയ മനസ്സിൻ്റെ ഉടമകളായ അത്തരക്കാരുടെ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും ഭാഗമായാണ് ഇത്തരമൊരു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഇവിടെ നടക്കുന്ന ഈ ചെറുകോൽപ്പുഴ ഐറോഡ് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസംഗമം 114 വർഷത്തിന് മുമ്പ് ആരംഭിച്ചു. ഈ പമ്പാ മണപ്പുറത്ത് ആരംഭിച്ച ഈ സമ്മേളനത്തിൻ്റെ ഒരു ബൃഹത് രൂപം കുറച്ച് വടക്കോട്ടുള്ള ഒരു മണപ്പുറത്ത് ഇപ്രാവശ്യം ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മണപ്പുറത്ത് മഹാമാഘ മഹോത്സവത്തിൻ്റെ രൂപത്തിൽ ഇതുപോലെ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സംഗമം ഉണ്ടായി. അങ്ങനെ പമ്പയിൽ നിന്ന് ആരംഭിച്ച്, പമ്പാ തീരത്ത് നിന്ന് ആരംഭിച്ച് ഭാരതപ്പുഴയുടെ തീരത്ത് വരെ എത്തി നിൽക്കുന്ന ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഒരു വലിയ ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും വൈഭിന്യതകൾക്കുപരിയായുള്ള സമന്വയത്തിൻ്റെയും ഒരു വലിയ ചരിത്രം, നമ്മുടെ ഐക്യത്തിൻ്റെ ഏകതയുടെ ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, വെല്ലുവിളികളുണ്ടായിരുന്നു, അനൈക്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പലതരത്തിലുള്ള വൈഭിന്നതകൾക്ക് ഇടയിലും ഉത്ഗ്രഥനത്തിൻ്റെയും ഒരുമയുടെയും യോജിപ്പിൻ്റെയും മേഖലകൾ കണ്ടെത്തിയ നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ, നമ്മുടെ സാംസ്കാരിക നായകന്മാർ, നവോത്ഥാന നായകന്മാർ, അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു ഏകത, ഈ ഒരു വിഗ്രഥനം നമ്മുടെ സമൂഹത്തിൽ മെല്ലെ മെല്ലെയാണെങ്കിലും ഉരുത്തിരിഞ്ഞ് വന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് ഒരുപക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അചിന്യം എന്ന് കരുതാവുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അസമത്വം ഉണ്ടായിരുന്നു, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നു. സാധാരണ ഒരു പട്ടിക്കും പന്നിക്കും നടക്കാൻ അനുവാദമുള്ള വഴിയിലൂടെ മനുഷ്യന് അയാൾ ജാതിയിൽ അധകൃതനാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് നടക്കാൻ അനുവാദമില്ലായിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം, അപരിഷ്കൃതത്വങ്ങളെല്ലാം നമ്മുടെ ധർമ്മത്തിന് അന്യമാണ്. നമ്മുടെ ധർമ്മവും നമ്മുടെ സംസ്കൃതിയും ഒട്ടും അതിനെ അംഗീകരിക്കുന്നതല്ല എന്ന യഥാർത്ഥ ശാസ്ത്രശുദ്ധമായ യുക്തമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ട നമ്മുടെ ആചാര്യന്മാർ ആ അപരിഷ്കൃതങ്ങളെയും അനാചാരങ്ങളെയും തള്ളിപ്പറയുകയും നമ്മുടെ സമൂഹത്തിൽ ഏകതയുടെ പ്രഭ ചൊരിയുകയും ചെയ്തു. അദ്വൈതം എന്നത് നമ്മുടെ ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അകക്കമാണ്, ആണിക്കല്ലാണ്, അടിക്കല്ലാണ്. രണ്ടില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ആശയം. ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ്. എല്ലാറ്റിലും എല്ലാവരിലും ഉള്ളത് ഒന്നാണ് എന്ന ആ ഒരു ദർശനമാണ് നമ്മുടെ വേദങ്ങളിലെ മഹാവാക്യങ്ങളായി അതാണ് വരുന്നത്. തത്വമസിയും അയമാത്മാ ബ്രഹ്മയും അഹം ബ്രഹ്മാസ്മിയും ഉൾപ്പെടെയുള്ള മഹാവാക്യങ്ങൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളോ, നമ്മുടെ ദർശനങ്ങളോ, നമ്മുടെ മഹത്തായ ഗ്രന്ഥങ്ങളോ ഒന്നും ഒരു തരത്തിലുള്ള വിവേചനങ്ങളെയും അംഗീകരിക്കുന്നില്ല. അത് ശാസ്ത്രവിരുദ്ധമാണ്, അത് ധർമ്മവിരുദ്ധമാണ് എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് പലപ്പോഴും വന്നുകൂടുന്ന ജീർണതകളോ അനാചാരങ്ങളോ അതിനെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് നവീനമായ ഇത്തരം കാഴ്ചപ്പാടുകളെ
അർവാചീനമായ പ്രാചീനങ്ങളായ മൂല്യങ്ങളോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മഹത്തായ ധർമ്മം സനാതന ധർമ്മമായി നിലകൊള്ളുന്നു. സനാതനം എന്നതിന്, സനം എന്നതിന് എല്ലായ്പ്പോഴും എന്നും, തനം എന്നതിന് നിലനിൽക്കുന്നത് എന്നും അർത്ഥം പറയാറുണ്ട്. അതുകൊണ്ട് സനാതനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത് എന്നതാണ്. എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത്? നമുക്ക് നവീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കാലത്ത് പറഞ്ഞ, എഴുതി വെച്ച കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും അതുപോലെ തന്നെ ഉപയോഗിക്കണം, പ്രയോജനപ്പെടുത്തണം, അതിൽ കണ്ടുകിട മാറ്റം വരുത്താൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി അത് നമുക്കില്ല. അടിസ്ഥാന മൂല്യങ്ങൾ ശ്രുതി എന്ന് പറയും, അതിന് മാറ്റമില്ല. പക്ഷെ സ്മൃതി എന്ന് പറയുന്നത് അത് പരിവർത്തന വിധേയമാണ്, കാലാനുസൃതമാണ്. ഓരോ കാലഘട്ടത്തിലും അനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരണം, വന്നില്ലെങ്കിൽ വരുത്തണം എന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മുടേത് സനാതന ധർമ്മമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പരിഷ്കരിക്കാൻ, ഈ ഒരു വിഗ്രതനം ഉണ്ടാക്കാൻ, ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവതാര പുരുഷന്മാർ, അവതാരം എന്നതിന് ഇറങ്ങി വരിക എന്നൊരർത്ഥം വരിക, ചിലപ്പോൾ ഉയർന്നു വരികയാണ്, ഇറങ്ങി വരികയും ചെയ്യും, ഉയർന്നു വരികയും ചെയ്യും. നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ, സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്യും. അങ്ങനെ ഉയർന്നു വന്ന് കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി, ആ നിലയിലുള്ള ഒരു പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള മഹാപുരുഷന്മാർ എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭാവാത്മകമായ അത്തരം കാര്യങ്ങളെ കാണാം. നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണുന്ന ഏറ്റവും ഉച്ചത്തിൽ കേൾക്കുന്ന ഒരു ശബ്ദം പലരും നമ്മുടെ കുറവുകൾ എന്നായിരുന്നു എന്ന്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കുറവുകൾ എന്താണ്, 1000 വർഷം മുമ്പുള്ള കുറവാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളതൊക്കെ എന്നേ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ്. പക്ഷെ ചില ആളുകൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാതി 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 ജാതി, വിവേചനം, ബ്രാഹ്മണ്യം, ചവിട്ടിത്താഴ്ത്തല്, ഉച്ചനീചത്വം, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും അതെന്നെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് എന്നേ മറന്നുപോയ, എന്നോ വലിച്ചെറിഞ്ഞ അത്തരം കാര്യങ്ങളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടും വിവേചനത്തിൻ്റെയും പകയുടെയും അന്തരീക്ഷം വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ പരിശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കരുതിക്കൂട്ടി തന്നെ ഈ ഭിന്നിപ്പ് നിലനിർത്തുക, വിയോജിപ്പ് നിലനിർത്തുക, എന്നിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടി കരുതിക്കൂട്ടി തന്നെ അത്തരം പരിശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടെന്തായിരിക്കണം? സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ടായി. ശരിയാണ്, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സമൂഹത്തിൽ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ വാചകം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, 1000 പ്രശ്നങ്ങളുണ്ട്, പക്ഷേ 1001 പരിഹാരങ്ങളുണ്ട് എന്നതാണ്. പ്രശ്നങ്ങളുണ്ട്, നമ്മളത് അംഗീകരിക്കുന്നു. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും ഉണ്ട് എന്നുള്ളതാണ്. അത്തരം പരിഹാരങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ എല്ലാവരും പ്രശ്നം 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 എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രശ്നക്കാരാകുന്നതിന് പകരം എന്താണ് പ്രശ്നം, പ്രശ്നത്തിന്റെ കാരണം എന്നാണ്. ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അതിനൊരു മൂല കാരണമുണ്ട്. ആ കാരണം എന്താണ് എന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഉള്ളൂരിന്റെ വളരെ മനോഹരമായ ഒരു കവിതയുണ്ട്. അതില് അദ്ദേഹത്തിന്റെ സുഖം സുഖം എന്ന് പറയുന്ന ഒരു കവിതയിൽ അദ്ദേഹം പറയുന്ന ഒരു വളരെ അർത്ഥവത്തായ 1-2 വരികളുണ്ട്. അദ്ദേഹം പറയാണ്, അദക്ഷരാണ് ഒന്നുകിൽ ആഴികാഞ്ചി, അപൂർണമായി തീർത്തവനാദിശില്പി, അല്ലെങ്കിൽ നമ്മോട് അത് പൂർണ്ണമാക്കാൻ അറിഞ്ഞു ഭീതം അരുൾ ചെയ്തിടുന്നോൻ എന്ന്. അദ്ദേഹം പറയാണ്, ഒന്നുകിൽ ഈ ആദിശില്പി, പ്രപഞ്ചശില്പി, അല്ലെങ്കിൽ ഈശ്വരൻ അദക്ഷനാണ്, അസമർത്ഥനാണ്. അതായത് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്
ഒരുപാട് കുറവുകൾ വെച്ചുകൊണ്ടാണ്, ഒരുപാട് കുറ്റങ്ങൾ വെച്ചുകൊണ്ടാണ്, ഒരുപാട് ന്യൂനതകളുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. അപ്പൊ സൃഷ്ടികർത്താവിന്റെ കുഴപ്പമാണ് എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇത് നിർമ്മിച്ച ആളുടെ എന്തോ അവൈദഗ്ധ്യം കൊണ്ടാണ് ഇതിങ്ങനെ മോശമായി പോയതെന്നല്ലേ പറയേണ്ടത്. ഒന്നുകിൽ അങ്ങനെ പറയണം, അതായത് നമ്മൾ പറയണം ദൈവത്തിന് കഴിവില്ല എന്ന് മലയാളത്തിൽ പറയാം. ദൈവത്തിന് കഴിവില്ല, നിർമ്മാണ വൈദഗ്ധ്യമില്ല, സ്കില്ലില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ കവി പറയുന്നത് അദക്ഷനാണ് ഒന്നുകിൽ ആഴി കാഞ്ചി അപൂർണമായി തീർത്തവനാണ് ശില്പി. എന്നിട്ട് പറയാണ് അല്ലെങ്കിൽ നമ്മോട് അത് പൂർണ്ണമാക്കാൻ അറിഞ്ഞു ധീ തന്നരുൾ ചെയ്തിടുന്നോൻ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മളോട് പറയാണ് ഈ കുറവുകൾ നീ പരിഹരിക്കണം, ഈ അപൂർണതയെ നീ പൂർണ്ണമാക്കണം. അങ്ങനെ പൂർണ്ണമാക്കാൻ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ദൈവം ധീ തന്നിരിക്കുകയാണ്. ധീ എന്നത് ബുദ്ധിയുടെ ഒരു ഉയർന്ന തലം, ബുദ്ധിയുടെ സാമാന്യ ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഉയർന്ന തലമാണ് ധീ എന്ന് പറയുന്നത്. നമ്മൾ ഗായത്രിയിൽ പറയും ധിയോ യോന പ്രചോദയാ എന്ന് പറയും. ധീ എന്ന് പറയുന്നത് ആ ധീ പ്രചോദിപ്പിക്കണം എന്നാണ് സവിതാവിനോടുള്ള നമ്മുടെ പൂർവ്വകാലത്തെ മനോഹരമായ പ്രാർത്ഥന. ധിയോ യോന പ്രചോദയാ, ധിയോ യോന പ്രചോദയാ എന്ന് പറയും. ഈ ധീ എന്റെ ധീയെ പ്രചോദിപ്പിച്ചാലും എന്ന് പറയും. അപ്പൊ ബുദ്ധിയുടെ ഒരു ഉയർന്ന തലമാണ്. അതിന്റെ ഒരു ഉയർന്ന തലമാണ് പ്രമ എന്ന് പറയും. പ്രമയുള്ളവരെയാണ് പണ്ട് പ്രമാണി എന്ന് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോ കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള അങ്ങനെയുള്ള ആളാണ് വലിയ പ്രമാണിയാണ് എന്ന് പറയാം. അയാൾക്ക് കുറെ സമ്പത്തുണ്ട്, പണമുണ്ട് എന്നൊക്കെ പറയും. ഈ പ്രമയുള്ള പ്രമ എന്ന് പറയുന്നത് അതിൽ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന മനസ്സുള്ള ആളാണ് പ്രമയുള്ള ആൾ എന്ന് പറയും. അങ്ങനെയുള്ള ആൾ പ്രമാണി, അങ്ങനെയുള്ള ആൾ പറയുന്നത് പ്രമാണം എന്നാണ്. ഇപ്പൊ വസ്തുവിന്റെ കടലാസിനൊക്കെയാണ് പ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും പ്രമ എന്ന് പറയുന്ന ഒരു ഉയർന്ന തലമാണ് ബുദ്ധിയുടെ. അങ്ങനെയുള്ള ഈ ഉയർന്ന ബുദ്ധിയുടെ തലം നമുക്ക് എന്തിനാണ് തന്നിരിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള കുറവുകൾ പരിഹരിക്കാൻ, ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നമുക്കിത് തന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാവുക, പ്രശ്നക്കാരാകാതിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് ആ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്, നമുക്ക് അവയവങ്ങൾ തന്നിരിക്കുന്നത്. ആ കവിതയിൽ തന്നെ, ഉള്ളൂരിന്റെ ആ കവിതയിൽ തന്നെ അതിന് മുമ്പിലത്തെ ഒരു വരിയുണ്ട്, വളരെ മനോഹരമാണ് ആ വരി. അത് പറയാണ് നമുക്കെന്തിനാണ് കണ്ണ് തന്നിരിക്കുന്നത്, നമുക്കെന്തിനാണ് കൈ തന്നിരിക്കുന്നത്, നമുക്കെന്തിനാണ് നാക്ക് തന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് നമ്മള് കണ്ണ് തന്നിരിക്കുന്നത്, ചെവി തന്നിരിക്കുന്നത് ആർത്തസ്വരം കേട്ടൊരു കാത്. ദൈവന്റെ വിലാപം കേൾക്കുന്ന ചെവിയാണ് ചെവി. സാന്തോക്ത യോതിയിലെ ജിപ്പ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്ന നാവാണ് നാവ് എന്നാണ്. കാരുണ്യമാർന്നീടിന ദൃഷ്ടി, കണ്ണെന്തിനാണ്? കരുണരസം കര കവിഞ്ഞൊഴുകുന്ന, വിഷമിക്കുന്നവരുടെ വേദനകളെ അകറ്റുന്ന, കാരുണ്യം കവിഞ്ഞൊഴുകുന്ന കണ്ണുകളാണ് കണ്ണുകൾ എന്നാണ്. കൈകൾ പറയുന്നത് സാധുക്കളെ താങ്ങിന ബാഹു എന്നാണ്. വീഴുന്നവരെ താങ്ങി നിർത്തുന്ന കൈയാണ് കൈ എന്നാണ്. മറ്റുള്ളവരെ ഉന്തി വീഴ്ത്തുന്നതല്ല, വീണയാളിനെ കൈവിടുക്കുയർത്താൻ വേണ്ടിയാണ് നമുക്ക് കൈ തന്നിരിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ബുദ്ധി തന്നിരിക്കുന്നത് കുറവുകൾ പരിഹരിക്കാനാണ്. നമ്മുടെ സർവോപാംഗങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത്, ഈശ്വരൻ നൽകിയിരിക്കുന്നത് ആ കുറവുകൾ ഉള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. കണ്ണില്ലാത്തവർക്ക് കണ്ണായി, ചെവിയില്ലാത്തവർക്ക് ചെവിയായി, കാതില്ലാത്തവർക്ക് കാതായി, കൈയില്ലാത്തവർക്ക് കൈയായി, മറ്റുള്ളവർക്ക് വേണ്ടുന്ന ഈ പരിഹാരം നൽകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത് എന്ന ആശയം. ഈ ആശയങ്ങളൊക്കെ മാനത്ത് നിന്ന് പൊട്ടുവീഴുന്നതോ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതല്ല. നേരെ മറിച്ച് നമ്മുടെ മഹത്തായ ദാർശനിക ഗ്രന്ഥങ്ങളിൽ സുപ്തമായി കിടക്കുന്ന, അഥവാ ഗുപ്തമായി കിടക്കുന്ന, അന്തർലീനമായ മഹത്തരമായ അനർഘമായ ചിന്താരത്നങ്ങളെ രാഗിമൊലിപ്പിയാണ് ഇത്തരം ചില കവിതകളൊക്കെ, മഹാകവികളൊക്കെ രചിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ കവിതകളുടെ ആ വരികളുടെ അക്ഷരങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആശയങ്ങൾ ഗർഭിതമാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരുമയുടെ ഈ ഒരു ആശയമാണ്, അത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായ ആശയമാണ് ഇത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജാതി അല്ലെങ്കിൽ അതിന്റെ വിവേചനം എന്ന ആ ഒരു പ്രചരണം നമ്മുടെ ഈശ്വരന്മാർ അല്ലെങ്കിൽ നമ്മുടെ അവതാര പുരുഷന്മാർ നമ്മുടെ ഗ്രന്ഥങ്ങൾ അതിലൊക്കെ ഇപ്പൊ ശ്രീരാമചന്ദ്രൻ വനയാത്ര നടത്താൻ വേണ്ടി പോകുമ്പോൾ നാടും കാടുമായുള്ള ബന്ധം തുടങ്ങുന്നിടത്ത് വെച്ച് അദ്ദേഹം നിർവഹിച്ച ഒരു മഹത്തായ മാതൃകാപരമായ ഒരു ധർമ്മം അദ്ദേഹത്തെ തോണി കടത്തിയ ഗുഹനുണ്ട്. കടത്തുകാരനെ കെട്ടിപ്പുണരും കാനനഗാമി ഭൂപാലൻ എന്നൊരു വരിയുണ്ട്. അദ്ദേഹം ആ വനയാത്രയിൽ ആദ്യം തന്നെ ആശ്ലേഷിച്ച് മൂർധാവിൽ മുകർന്നുകൊണ്ട് ഉണർന്നുകൊണ്ട് തൻ്റെ സ്നേഹം പകർന്നു നൽകുന്നത് ആ കാട്ടാളനായിട്ടുള്ള ആ കാനനഗാമിയായിട്ടുള്ള ആ ഒരു കടത്തുകാരനെയാണ്. അദ്ദേഹം വത്സല്യാതിരേഖത്തോടുകൂടി കെട്ടിപ്പുണരുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു പ്രജയോ തമ്മിലുള്ള അവർ തമ്മിലുള്ള പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വമോ അസമത്വമോ ഒന്നുമില്ലാതെ ആത്മാക്കൾ ഒന്നാണ് എന്ന ആ ഒരു ഭാവതലത്തിന്റെ ഉയർന്ന ഒരു ബാഹ്യ പ്രകടനമായിട്ടാണ് ശ്രീരാമൻ അവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പിന്നീട് വനയാത്രയിൽ അങ്ങനെ സഞ്ചരിച്ച് പോകുന്നതിനിടയിൽ ശബരിയെ കാണുന്നു. നമ്മുടെ ഈ നാട്ടിൽ ഒന്നാണ് കാണുന്നത് എന്നും നമുക്ക് അഭിമാനത്തോടു കൂടി ഓർമ്മിക്കാം. അപ്പോൾ ശബരി അദ്ദേഹത്തെ നല്ല ആതിഥ്യം നൽകി അവിടെ ഇരുത്തുകയാണ്. അപ്പൊ അവർക്ക് കിട്ടുന്നത് നമുക്കെന്താണോ ഉള്ളത് നമ്മൾ അതാണല്ലോ വരുന്നവർക്ക് കൊടുക്കുക. അവർ കുറച്ച് കായ്കനികളും പഴങ്ങളും എല്ലാം അവിടെ സംഭരിച്ചു വെച്ചത് അതവര് ശ്രീരാമന് പ്രേമപൂർവ്വം കൊടുക്കുന്നതിനിടയിൽ പക്ഷേ അത് പഴുത്തതാണോ അതിന് മധുരമുണ്ടോ എന്ന് നോക്കാനൊന്നും അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അവർ മെല്ലെ അത് കടിച്ചു നോക്കിയിട്ട് മധുരമുള്ളത് രാമന് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ താൻ കടിച്ച് ഉച്ഛിഷ്ടമാക്കിയതാണോ കൊടുക്കുന്നത് എന്നൊന്നും ഈ മഹാമനുഷ്യൻ ഈശ്വരൻ തന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോ ഈ അരുതായികയും വയ്യായികയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ സാധിക്കാതെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി അവര് ഈ രാമനും താനും തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള അതിർവരമ്പുകളും ഭേദിച്ച് ഒന്നാകുന്നതിന്റെ ഭാഗമായി അവര് താൻ കടിച്ചു തന്നെ കൊടുക്കുകയാണ്. അത് പ്രേമപൂർവ്വം സ്വീകരിച്ച് കടാക്ഷവും അതിനെ ആഹരിക്കുകയാണ് രാമൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കേവലം ഒരു കവിഭാവനയ്ക്കപ്പുറത്തേക്ക് അത് മനുഷ്യർ തമ്മിലുള്ള അതിലെ ഭേദാഭേദങ്ങളില്ലാതെ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തിന്റെ ഹൃദയൈക്യത്തിന്റെ അദ്വൈതത്തിന്റെ അനുഭൂതി നുകരുന്ന ഒരു മഹത്തായ മാതൃകയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ എവിടെയും നമുക്കത് കാണാൻ സാധിക്കും. തന്നെ അന്വേഷിച്ചു വന്ന കുച്ചേലൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എന്ന അർത്ഥത്തിലാണല്ലോ ആ പ്രയോഗം. കുച്ചേലൻ വേറെ ചേലയില്ലാത്തവൻ എന്നാണ്, ഒറ്റത്തുണി മാത്രമുള്ളവൻ എന്നാണ്. അങ്ങനെ മുഷിഞ്ഞ വസ്ത്രവുമായിട്ടാണ് വരുന്നത് കുചേലൻ. പക്ഷെ രാധാകൃഷ്ണൻ 7-ാം മാളിക മൂടെന്ന് കണ്ടിട്ട് ഇറങ്ങി ഓടി താഴെ വന്ന് കുചേലനെ എടുത്ത് ഉയർത്തി ഓടി അർദ്ധാസനത്തിൽ ഇരുത്തി കാൽ കഴുകി ആ പാദധൂളിയുള്ള ജലം സ്വാദിഷ്ടമായി ആഹരിച്ച് എന്നിട്ട് അവൻ കുചേലൻ കൊണ്ടുവന്ന ഇക്കിളിയാക്കി ആ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ വിയർപ്പാൽ നനഞ്ഞു കുതിർന്ന ആ അവല് അത് മേടിച്ച് സന്തോഷത്തോടു കൂടി ചവച്ച് തിന്ന് എന്നിട്ട് തൻ്റെ സമ്പത്തിൽ ഒരു വലിയ വിഹിതം കൊണ്ട് കൊടുക്കുന്ന പറയുന്നത്. അപ്പൊ അത് അത്തരം ചില കാര്യങ്ങൾ അത് കേവലം ഒരു ഭാവന എന്നുള്ള നിലക്ക് എന്നതിനപ്പുറത്തേക്ക് സഹപാഠികളും സതീർത്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ പാവനതയും അതിന്റെ ആചരണം അത് നിലനിർത്തേണ്ടുന്നതിന്റെ ആവശ്യകതയും മനുഷ്യബന്ധങ്ങളുടെ പവിത്രതയും എല്ലാമാണ് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സമൈക്യം എന്നത് അത് വലിയവരും ചെറിയവരും എന്ന വ്യത്യാസമില്ലാതെ നമ്മൾ ഒന്നാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഒരു നൂലിഴ പോലെ, പട്ടുനൂലിഴ പോലെ നമ്മുടെ ഇതിഹാസങ്ങളിലും നമ്മുടെ ഗ്രന്ഥങ്ങളിലുമെല്ലാം അതിനെ കൊരുത്തു കൂട്ടുന്ന മഹത്തായ ആശയമായി നമുക്ക് എവിടെ നോക്കിയാലും എവിടെ തുറന്നു നോക്കിയാലും കാണാൻ സാധിക്കും. സ്ത്രീകളോട് അവിടെയാണ് ഇപ്പോൾ വലിയ ഒരു ഹിന്ദു എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമാണ്. ശബരിമലയൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് സ്ത്രീ വിരുദ്ധമാണ്, സ്ത്രീകളോട് അങ്ങനെ വിവേചനം കാണിക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്.
ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ രണ്ട് ഇതിഹാസങ്ങളുണ്ട്. ആ രണ്ട് ഇതിഹാസങ്ങളിൽ ആദികാവ്യമായ രാമായണം, അതുപോലെ തന്നെ മഹാഭാരതം, രണ്ട് ഇതിഹാസങ്ങളാണുള്ളത്. ആ രണ്ട് ഇതിഹാസങ്ങളും ഓരോ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രാമായണവും ഒരു യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്, യുദ്ധത്തിലാണ് അവസാനിക്കുന്നത്. മഹാഭാരതവും ഒരു യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്, യുദ്ധത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, രാമായണം എന്ന് പറയുന്നത് സീതാദേവി എന്ന് പറയുന്ന സാധ്വിയായ പതിവ്രതയായ സ്ത്രീയെ, അവർ ഭർത്തൃമതിയാണ്, പതിവ്രതയായ അവരെ തട്ടിക്കൊണ്ടുപോവുകയാണ് അവിടുത്തെ രാജാവ്, അല്ലെങ്കിൽ ഒരു ദുഷ്ടനായ ഒരു അസുരൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ, അവരെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ പോയി തടയുന്ന ഒരാളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്ലോക്ക് ചെയ്യാണ്. അപ്പോൾ രാവണൻ പറയുന്നുണ്ട്, നീ എന്നെ വഴി മുടക്കരുത്, ഞാൻ പെട്ടെന്ന് പോകേണ്ടതാണ്, നീ മാറിക്കോ എന്ന് പറയുന്നു. പക്ഷെ ആ സമയത്ത് തൻ്റെ കൊക്കും നഖവും ഉപയോഗിച്ചുകൊണ്ട് രാവണനെ മാന്തി കയറിക്കൊണ്ട് ജഡായി പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ എന്ത് ചെയ്താലും ശരി, ഈ പെൺകുട്ടിയെ നീ ഇങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ആക്രമിക്കുന്നത്. അതായത് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെയും ചാരിത്രത്തെയും മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അന്നൊരു പക്ഷി പോലും ക്ഷമിച്ചിരുന്നില്ല എന്നും, തനിക്കാവും മട്ടിൽ എതിർക്കാൻ ആ ഒരു പക്ഷി പോലും മെനക്കെട്ടിരുന്നു എന്നും, ആ പരിശ്രമത്തിനിടയിൽ തന്റെ പ്രാണൻ പോയാൽ പോലും സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ള മനോഭാവം ഒരു പക്ഷിക്ക് പോലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അന്നത്തെ ധർമ്മബോധത്തിന്റെ ആധിക്യം ചരാചരങ്ങളിലും തുടിച്ചു നിന്ന ഒന്നായിരുന്നു. ധർമ്മത്തെ അധർമ്മത്തിനെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് എല്ലാ ജീവജാലങ്ങളും സന്നദ്ധമായിരുന്നു എന്നാണ്. അതാണ് ധർമ്മകാലം എന്ന് പറയുന്നത്. ധർമ്മനൈവ പ്രജാ സർവേ രക്ഷന്തിസ്മ പരസ്പരം എന്ന് പറയും. അതിന് പരസ്പരം ധർമ്മത്താലാണ് രക്ഷിച്ചിരുന്നത്, ധർമ്മബോധത്താലാണ് രക്ഷിച്ചിരുന്നത്. അത് കൂട്ടാക്കാതെ രാവണൻ കൊണ്ടുപോവുകയാണ് സീതയെ. സത്യത്തിൽ ദശമുഖ രാവണന്റെ ദർപ്പമടക്കാൻ കോതണ്ട രാമൻ പിന്നീട് നടത്തിയ പടനീക്കം, സേതുബന്ധനം, അവിടെ ലങ്കയിലെത്തി നടത്തിയ യുദ്ധം, അതൊക്കെ സ്ത്രീത്വത്തെ സംരക്ഷിക്കാനും മാനത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള യുദ്ധമായിരുന്നു. അതുകൊണ്ട് രാമായണം എന്ന് പറയുന്ന ആദികാവ്യം സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. രണ്ടാമത്തെ ഇതിഹാസമായിട്ട് മഹാഭാരതം, അതും സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അന്ന് ശകുനി കള്ളച്ചൂത് കളിച്ച് രാജ്യഭ്രഷ്ടരാക്കിയാണ് പഞ്ചപാണ്ഡവന്മാരെ. അവസാനം ധർമ്മോത്തരൻ തന്നെ പണയം വെക്കുന്നു, പിന്നീട് കളിക്കുന്നു, തന്റെ സഹോദരന്മാരെ പണയം വെക്കുന്നു, അവസാനം തന്റെ ധർമ്മപത്നിയെ തന്നെ പണയം വെക്കുകയാണ്, പാഞ്ചാലിയെ പണയം വെക്കുകയാണ്. അതും തോൽക്കുകയാണ്. അപ്പൊ ദുശാസനം പറയാണ്, നിന്റെ ഭാര്യയെ കൊണ്ട് കൊണ്ടുവരാമെന്ന്. അപ്പൊ അവര് വരാൻ ഇപ്പൊ പറ്റില്ല എന്ന് പറയുമ്പോൾ ദുശാസന അന്തഃപുരത്തിൽ പോയിട്ട് രജസ്വലയായി ദൂരെ മാറി നിൽക്കുകയായിരുന്ന പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത് വലിച്ചിഴച്ച് മുടിക്കുത്ത് പിടിച്ച് വലിച്ചിഴച്ച് രാജസദസ്സിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് അവരെ അപമാനിക്കുകയാണ്, അവരെ തുണി വലിച്ചു കീറുകയാണ്, അവരുടെ വസ്ത്രാക്ഷേപം നടത്തുകയാണ്. അവര് പൊട്ടിക്കരയുമ്പോൾ കൃഷ്ണൻ അവർക്ക് മാനം രക്ഷിച്ചു എന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരാ വലിച്ചിഴച്ച് വരുമ്പോൾ അവരുടെ മുടിക്കുത്തഴിഞ്ഞു പോയി. മുടിക്കുത്തഴിഞ്ഞു പോയപ്പോൾ ആ മുടിക്കുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാഞ്ചാലി നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയാണ് പാഞ്ചാലി പറയുകയാണ്, ദുശാസന, നീ രജസ്വതയായ അന്തഃപുരത്തിൽ കിടക്കുകയായിരുന്ന എന്നെ വലിച്ചഴച്ചു കൊണ്ടുവന്ന് എൻ്റെ മുടിക്കുത്ത് നീ അഴിച്ചിട്ടില്ലേ? ഇനി ഞാൻ എൻ്റെ ഈ മുടിക്കെട്ട് കെട്ടണമെങ്കിൽ ഒരു യുദ്ധം നടന്ന്, കൗരവന്മാരുടെ ഗർവം തീർക്കാൻ വേണ്ടി ഒരു മഹായുദ്ധം നടന്ന്, ധർമ്മയുദ്ധം നടന്ന്, എൻ്റെ ഭീമൻ നിന്നെ അടിച്ച് താഴെവിട്ട് നിന്റെ അരക്കെട്ടിൽ ഇരുന്ന് ഇരുമ്പൊലക്ക പോലെയുള്ള തൻ്റെ കൈകൊണ്ട് നിന്റെ മാറിനെ മടിച്ചു തകർത്ത്, നിന്റെ വയർ മാന്തി കീറി, നിന്റെ കുടൽമാല വലിച്ചെടുത്ത് ചോരയിറ്റുന്ന കൈകൾ കൊണ്ട് എൻ്റെ ഭീമൻ ഈ മുടി കെട്ടുന്ന സമയത്ത് മാത്രമേ ദുശാസന ഞാൻ ഈ മുടിക്കെട്ട് കെട്ടുകയുള്ളൂ, സത്യം 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 എന്ന് പറയുന്ന പ്രതിജ്ഞയുടെ സന്ദർഭത്തിലാണ് മഹാഭാരത യുദ്ധത്തിന്റെ അംഗത്തിന്റെ ആരംഭം കുറിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്ത്രീത്വത്തിനെതിരെ നടത്തുന്ന അതിക്രമത്തിനെതിരായിട്ടാണ് ഭാരതത്തിലെ രണ്ട് മഹായുദ്ധങ്ങളും നടന്നത് എന്നത്. ആ ചാരിത്രത്തെയും അവരുടെ അഭിമാനത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടങ്ങൾ നടന്നത് എന്നത് വലിയൊരു പാഠമാണ്.
ആ കാലഘട്ടത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കാൻ, അവഹേളിക്കാൻ ആരും മെനക്കെട്ടിരുന്നില്ല എന്നുള്ളത്, മെനക്കെട്ടിരുന്നവർക്ക് അതിന്റെ ശിക്ഷ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നീതി നടപ്പാക്കൽ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്ന് തന്നെയാണ്. ഇതും കേവലം ഒരു ആകാശത്ത് വീഴുന്ന ആശയമല്ല, ഈ ധർമ്മത്തിന്റെ ആശയമാണ്. സ്ത്രീയുടെ ആ ധർമ്മം, സ്ത്രീയുടെ അവകാശം, ആ അവകാശത്തെ എത്ര നാരിസ്തു പൂജന്തു രമന്തേ തത്ര ദേവത എന്ന്, എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ കളിയാടുന്നു എന്നുള്ള ഈ കാഴ്ചപ്പാടൊക്കെ അവതീർണമായിരുന്നത്, അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ഇത്തരം ഇതിഹാസ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ അവയിൽ നിന്ന് നമുക്കിതുപോലെ എടുത്തു കാണിക്കാൻ കഴിയും. അതുകൊണ്ട് പിന്നാക്ക വിഭാഗത്തോടുള്ള മനോഭാവം, സ്ത്രീകളോടുള്ള മനോഭാവം, ഈ രണ്ട് വിഭാഗങ്ങളുള്ള മനോഭാവം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള മഹത്തായ ആശയങ്ങൾ നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ടായിട്ടും, പക്ഷേ ദൗർഭാഗ്യവശാൽ നിക്ഷിപ്തമതികളായ, ക്ഷുദ്ര തൽപരരായിട്ടുള്ള, സ്വാർത്ഥമതികളായിട്ടുള്ള ചില ആളുകൾ നമ്മുടെ ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ പരിണതഫലമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഛിദ്രതയും അനൈക്യവും അസന്തുലിതാവസ്ഥയും അസമത്വവും ഉണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ ഐക്യത്തിന് വേണ്ടി, ഈ സാമൂഹ്യ ഐക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, എവിടെയാണോ പ്രശ്നം ഉണ്ടായത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഇവിടെ നടന്നു. ഇപ്പോ പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള വൈക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, ആ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയുള്ള വഴിയിൽ അവർണർക്ക് നടക്കാൻ അവകാശമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ വൈക്കം സത്യാഗ്രഹം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പോയി ഗാന്ധിജിയോട് സംസാരിച്ച് അനുവാദം വാങ്ങിയത് ശ്രീ ടി കെ മാധവനാണ്. കേളപ്പജിയും ടി കെ മാധവനും ഉറുവാപ്പള്ളി കേശവൻ നമ്പൂതിരിയും അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ സമുന്നതരായ കെ പി കേശവമേനോനും അവരെല്ലാവരും ചേർന്നാണ് അത്തരമൊരു തീരുമാനം ഗാന്ധിജിയുടെ അനുവാദത്തോടുകൂടി എടുക്കുന്നതും നാരായണ ഗുരുവിന്റെയും അതുപോലെ തന്നെ അന്നത്തെ ഏറ്റവും മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ ഒക്കെ നേതൃത്വത്തിൽ അത് നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നിരന്തരമായ ഒരു സമരം നടക്കുകയും ചെയ്തു. എല്ലാവരും ചേർന്നാണ് അത് നടത്തിയത്. എത്ര മനോഹരമായിരുന്നു ആ കാലഘട്ടം, എത്ര വലിയ ഐക്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും. ഗാന്ധിജിയുടെ ആശീർവാദത്തോടുകൂടി, ശ്രീനാരായണ ഗുരുവിന്റെ പിന്തുണയോടുകൂടി നടന്ന സമരത്തിൽ അവർണർക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്നുകൊണ്ട് ഒരു ജാഥ നടത്തി, സവർണ ജാഥ. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ടി കെ മാധവന്റെ വീട്ടിനടുത്ത് എത്തുമ്പോൾ ജാഥയ്ക്ക് വലിയൊരു സ്വീകരണം ആ വീട്ടിന് മുമ്പിൽ കൊടുക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് കഞ്ഞി വെച്ച് ആ കഞ്ഞി ഒരു വെള്ളി മുരുടയിലാക്കി ടി കെ മാധവന്റെ അമ്മ മെല്ലെ നടന്നു വന്ന് സമ്മേളനം നടക്കുന്ന വേദിക്കരികിലെത്തി ആ വെള്ളി മുരുടയിൽ വെച്ച കഞ്ഞി മന്നത്ത് പത്മനാഭന്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങേത് കുടിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ടി കെ മാധവന്റെ അമ്മ നൽകിയ ആ കഞ്ഞി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആസ്വദിച്ച് കഴിക്കുകയാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ന് ഇത്തരം ഒരു മനോഹരമായ ഒരു ദൃശ്യം 100 വർഷത്തിന് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ എത്ര ഭാവാത്മകമായാണ് നമ്മുടെ അന്നത്തെ ആ നേതാക്കന്മാർ ഈ കാര്യത്തെക്കുറിച്ച് കണ്ടതെന്നും അവരുടെയൊക്കെ മനസ്സെത്ര ആകാശം പോലെ വിശാലമായിരുന്നു എന്നും അവരുടെ ശരീരം അവർ ബാഹ്യമായി നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറം ഹിമാലയ സദൃശമായിട്ടുള്ള അവരുടെ ആകാരത്തിന്റെ വിസ്തൃതി എത്ര വലുതായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ആ ജാഥയിൽ പോയി അവിടെ ശിവഗിരിയിൽ അവർ പോകുന്നുണ്ട്, നാരായണ സ്വാമിയെ കാണുന്നുണ്ട്, അദ്ദേഹത്തിനെ പ്രതിഷ്ഠ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്, തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. എയർ നായിഡുവിന്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച ജാഥയും ഈ ജാഥയും ഒരുമിച്ച് ചേർന്ന് 10,000 പങ്കെടുത്ത വലിയൊരു ജാഥ തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. അന്നത്തെ റീജന്റിനെയും അതുപോലത്തെ അവിടുത്തെ ഭരണാധികാരികളെയും കണ്ട് നിവേദനം കൊടുക്കുന്നുണ്ട്. ആ നിവേദനത്തിൽ പറയുന്ന ആശയം എന്താണ്? ഈ സവർണന്മാർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്?
ഞങ്ങളുടെ നാട്ടിലുള്ള അവർണന്മാരായ ആളുകൾക്ക് എവിടെയും വഴി നടക്കാനുള്ള അവകാശം നിയമം മൂലം അനുവദിച്ചു തരാൻ വേണ്ടിയാണ് ഈ ജാഥ നടത്തുന്നത് എന്നാണ് ഇത്ര കഷ്ടപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇത്തരം മഹത്തായിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള മുന്നേറ്റങ്ങളെ അതിനെ വേറെ ഏതോ തരത്തിലേക്കൊക്കെ വഴിതിരിച്ച് വിട്ട് തമ്മിലെടുപ്പിക്കാനും അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കാണുന്ന സമയത്താണ് അന്നത്തെ നേതാക്കന്മാർ 100 വർഷം മുമ്പ് എത്ര ഉദാത്തമായ ഭാവത്തോടു കൂടിയാണ് ഈ പരിശ്രമങ്ങളൊക്കെ നടത്തിയതെന്ന് മനസ്സിലാക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം നടത്തുന്നത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയായിരുന്നു. അവിടെ സവർണന്മാരായ ആളുകളുടെ ഓരോ വീടുകളിലും കയറി ഗുരുവായൂർ താലൂക്കിലും തൊട്ടടുത്ത താലൂക്കുകളിലും പോയി അവരുടെ ഒപ്പുശാഖകൾ നടത്തിയിട്ട് 80% ആളുകൾ ഗുരുവായൂർ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള ഒപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒപ്പുശാഖകൾ നടത്തിയതും സവർണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവർണന്മാരെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായ ഈ മാറ്റം അത് അയ്യങ്കാളിയുടെ സമയത്തുള്ള കല്ലുമാല ദഹനമായാലും അതിന് അധ്യക്ഷത വഹിച്ച ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയാൻ പറ്റുന്ന നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അദ്ദേഹം നടത്തിയ ഹൃദയസ്പൃക്കായ അദ്ദേഹത്തിന്റെ ഭാഷണമെല്ലാം ചേർന്നുണ്ടാക്കിയ ആ ഒരു ഉരുകി ഒലിക്കലാണ്, ആ ഒരുമയുടെ പെരുമയാണ്, ആ ഹൃദയ ഐക്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന അസമത്വങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള രാസത്വരകമായി വർദ്ധിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നൂറ്റാണ്ട് മുമ്പ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും സദാനന്ദ സ്വാമികളും അയ്യാവൈകുണ്ഠ സ്വാമികളും അതുപോലെ നമ്മുടെ നാട്ടിലെമ്പാടുമുള്ള ഇത്തരം ആധ്യാത്മികാചാര്യന്മാരുടെ ഭാഗത്ത് അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു 10, 40, 50 വർഷം നിരന്തരമായി നടത്തിയ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നമ്മുടെ സമൂഹത്തിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് വടുകെട്ടി കിടന്നുപോയ ഇത്തരം മാലിന്യങ്ങൾ ഉടഞ്ഞെറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയത് എന്നും അങ്ങനെയാണ് ഈ ഹൈന്ദവ ഐക്യം രൂപപ്പെട്ടു എന്നത് എന്നും കാണാൻ സാധിക്കും. അങ്ങനെ ഒരു 1925 ആ കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിനും ശേഷം 1931 വരെ നടന്ന സത്യാഗ്രഹത്തിന് ശേഷം 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായി. ആ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായതിനു ശേഷം മഹാത്മാഗാന്ധിജി നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ വരികയുണ്ടായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ അന്ന് ആയിരക്കണക്കിന് ഹരിജനങ്ങളെയും കൂട്ടിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അവരോട് നടത്തിയ വളരെ വൈകാരികമായ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ ഈ നാട്ടിൽ വന്നിരിക്കുന്നത് ഈ നാട്ടിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു സന്യാസി പണ്ട് പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ. പക്ഷെ ഞാൻ ഇന്നിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാനൊരു തീർത്ഥാടകനായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഒരു തീർത്ഥാലയമാണ് എന്നാണ്. ഞാൻ ഇവരെയും കൂട്ടിയിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ കയറാൻ പോവുകയാണ്. എല്ലാവരും ചേർന്നാണ് ഇതിന് അനുവാദം തന്നിരിക്കുന്നത്. ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങൾക്ക് ഈ നാടിപ്പോൾ ഒരു മാതൃകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഭ്രാന്താലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിലേക്കുള്ള കേരളത്തിന്റെ അനുക്രമമായ വികാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ത്യാഗവും സമർപ്പണവും നടത്തിയ മഹാപുരുഷന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ആധ്യാത്മിക ആചാര്യന്മാരും എല്ലാം ചേർന്ന ഭൂതകാലമാണ് 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് കാണാൻ സാധിക്കും. ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാ സമുദായത്തിലുള്ള പുൽക്കുത്തുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാമുദായിക സംഘടനകൾ ഉണ്ടായി. നായർ സർവീസ് സൊസൈറ്റി ഉണ്ടായി, SNDP യോഗം ഉണ്ടായി, ഉലയമഹാസഭയുണ്ടായി, ധീവര സഭയുണ്ടായി, അതുപോലെ VT ഭട്ടവതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ യോഗക്ഷേമ സഭയുണ്ടായി. എല്ലാ സമുദായങ്ങൾക്കും ആ സമുദായ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ അതത് സമുദായങ്ങളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ആ സമുദായത്തിൽ വിദ്യാഭ്യാസപരമായ സാംസ്കാരികമായ ശാക്തീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതത് സമുദായങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനകളുണ്ടായി. ആ സംഘടനകളെല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആ സംഘടനാ നേതാക്കന്മാരെല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവിടെ ഒരു തരത്തിലും സംഘർഷം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും കാലഘട്ടത്തിൽ തെറ്റായി നമ്മുടെ സമുദായത്തിൽ കടന്നുകൂടിയ പുഴുക്കുത്തുകളെയും എല്ലാ തരത്തിലുമുള്ള വൈഭിന്നതകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സാർത്ഥകമായ സമർത്ഥമായ ഭാവാത്മകമായ കാഴ്ചപ്പാടോടുകൂടി അവരെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നടത്തിയ ഉത്ഗ്രഥനത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളവും, മഹത്തായ കേരളവും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഐക്യവും എല്ലാം ഉണ്ടായി. അതിന്റെ പരിണാമമായി എല്ലാ സമൂഹങ്ങളിലും അതിന്റെ ഭാഗമായി മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ ആ മുസ്ലിം സമൂഹത്തിലും ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി വളരെ
പിന്നാക്കാവസ്ഥയായിരുന്നു, സാമ്പത്തികമായ വളരെ പിന്നാക്കാവസ്ഥയായിരുന്നു. പക്ഷെ തങ്ങളുടെ ചുറ്റുപാടുള്ള സമൂഹത്തിൽ ഈ മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിന്റെ അനുരണനം ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിലും മുസ്ലിം സമൂഹത്തിലാണെങ്കിലും കേരളീയ സമൂഹത്തിലാകുകയും അതിന്റെ അനുരണനം ഉണ്ടാവുകയും അതിന്റെ പരിവർത്തനത്തിന്റെ ഗുണഭോക്താക്കളായി നമ്മുടെ കേരളീയ സമൂഹമാകെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത് ആ നവോത്ഥാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള നവോത്ഥാന നായകന്മാരായി വന്നത് ഈ ഒരു നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത് നമ്മുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ദർശനത്തിന്റെ കേന്ദ്രബിന്ദുവായ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശ്രമമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ ഒരു 1940, 50 ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നീട് ഇവിടുത്തെ ഏറ്റവും വലിയ സമുദായങ്ങളായിട്ടുള്ള SNDPയും NSSും അതിന്റെ നേതാക്കന്മാർ മന്നവും ശങ്കറും അവരൊക്കെ ചേർന്ന് TK മാധവനൊക്കെ ചേർന്നുകൊണ്ട് പിന്നീട് ഹിന്ദു മഹാമണ്ഡലവും അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായെന്നും ഒരു വലിയ ഒരു മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതും വരെ നമുക്കവിടെ ആ ഒരു മുന്നേറ്റത്തെ നമുക്കതോടെ നിർത്താം. മറ്റു പല തരത്തിലുള്ള പരിശ്രമങ്ങളും ഈ ഒരുമയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ നടത്തിയ അരൂർപ്പുറത്തെ പ്രതിഷ്ഠയുണ്ട്, ശിവപ്രതിഷ്ഠ. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു എന്നൊക്കെ ചില ആളുകൾ അതിനെ ചോദ്യം ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ശാന്തമായി മൃദുസ്മേരത്തോട് കൂടിയിട്ട് ആ ഒരു കാര്യത്തെ സമീപിക്കുകയും അതിനൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലേക്കോ അത് കൊണ്ടുപോകാതെ ഒരുമയുടെ ഭാഷയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി ചെയ്തു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു കാഴ്ച എന്താണ്? ഒരു സ്ത്രീ, അതും സാമൂഹ്യമായി വളരെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരമ്മ, ഒരു സ്ത്രീ, അവര് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തുന്നതാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അവർണൻ എന്ന് പറയുന്ന ഒരാളിൽ നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ആ ഒരു വലിയ അനുക്രമമായ സാമൂഹ്യ പുരോഗതിയുടെ ഉത്ഗ്രഥനത്തിന്റെ ഐക്യത്തിന്റെ അംശം ഏറ്റവും അവസാനം ഒരു സ്ത്രീ, ആ സ്ത്രീയിൽ തന്നെ പിന്നാക്കം എന്ന് പറയാവുന്ന ഒരു വിഭാഗത്തിൽ വന്ന സ്ത്രീ മാതാ അമൃതാനന്ദമയി ദേവി ക്ഷേത്ര പ്രതിഷ്ഠകൾ വ്യാപകമായി നടത്തുന്ന സമയത്ത് ആർക്കും അതിൽ അപ്രിയ ഉണ്ടായിരുന്നില്ല, അലോക്യം ഉണ്ടായിരുന്നില്ല, എതിർപ്പുണ്ടായിരുന്നില്ല. അവർക്ക് അതിന്റെ അർഹതയും ആധികാരികതയും എന്താണെന്ന് ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. ആ നിലയിലേക്കുള്ള ഒരു മാനസികമായ ഔന്നത്യം നമ്മുടെ ഈ കേരളീയ സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം കൈവരിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഇന്നിപ്പോ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഐക്യം എന്ന് പറയുമ്പോൾ ഒരൈക്യമില്ല. ചില ആളുകൾ ഇതൊക്കെ തമ്മിലടിയാണ്, ഒരൈക്യമില്ല, ഒരാൾ ഒന്നും മറ്റേത് എടുക്കില്ല, തൊമ്മനായും ചാണ്ടി മുറുകും എന്ന് പണ്ടൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പരസ്പരം പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ സമൂഹത്തിൽ നേരത്തെ ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഭാവാത്മകമായ വശത്തെ നമുക്ക് കാണാതിരുന്നുകൂടാ. അതായത് കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ഇന്നിപ്പോ ഏത് ക്ഷേത്രങ്ങളിലും ഒരു വിഭാഗത്തിനും പ്രവേശനം നിഷേധിക്കപ്പെടുന്നു. ഗണപതി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഗണപതിയാണ്, ശിവൻ എല്ലാവരുടെയും ശിവനാണ്, ശ്രീരാമൻ എല്ലാവരുടെയും ശ്രീരാമനാണ്, അതെല്ലാ വിഭാഗത്തിന്റെയും ശ്രീരാമനാണ്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രവേശനം നിഷേധിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ കാണാതിരുന്നതാണ്. അങ്ങനെ എവിടെ പോയാലും എവിടെയും സ്വീകാര്യരാകുന്ന രീതിയിലുള്ള ഒരു വലിയ സമൈക്യം, ഒരു ഐക്യം, ഒരു ഒരുമ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ ഒരു കേരളത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും എവിടെ പോയാലും നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ പോയാലും എവിടെ ആരാധന നടത്തുന്നതിനോ ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. അതൊരു വലിയ മാറ്റമാണ്. ആരാധനാലയത്തിൽ തുല്യത, ദൈവത്തിന് മുമ്പിൽ തുല്യത, അതായിരുന്നു ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം. ആ പ്രശ്നം നമ്മൾ ഒരു സമൂഹം എന്ന നിലക്ക് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നത് കാണാൻ സാധിക്കും. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഈ ശവസംസ്കാരവും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും വെവ്വേറെ ശവസംസ്കാരം, അതിൽ ഒരു വിഭാഗത്തിൽ നിന്നൊക്കെ മറ്റൊരു വിഭാഗത്തെ അയക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ കുടിവെള്ളം, ആ കുടിവെള്ളം പലയിടത്തും, നമ്മുടെ കേരളത്തിൽ അത്രയും പ്രശ്നമില്ലെങ്കിലും ഭാരതത്തിൽ പലയിടത്തും കുടിവെള്ളം എടുക്കുന്നതിൽ ഇതൊക്കെ നിലനിന്നിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പ്രശ്നങ്ങളില്ല. അവയെല്ലാം മറികടന്ന് പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ ചലിക്കുകയാണ്. ഉപനിഷത്തിൽ ഒരു വലിയ മന്ത്രമുണ്ട്, അതിന്റെ ആ സാരം ഇങ്ങനെയാണ്: ചരൈവതി ചരൈവതി എന്നാണ്. അതായത് മുന്നോട്ട് നടക്കുക എന്നാണ്. നിന്നിടത്ത്
നിൽക്കരുത് എന്നാണ്, മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കണമെന്നാണ്, പുതിയ പുതിയ ആശയങ്ങൾ സ്വീകരിക്കണമെന്നാണ്, ലോകത്തിന്റെ ഏത് ഭാഗത്ത് വരുന്ന നല്ല ആശയങ്ങളെയും നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉപനിഷത്തിൽ. എവിടെ നിന്ന് വരുന്ന നല്ല ആശയങ്ങളാണെന്ന് നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയ, ഉത്ഗ്രഥനം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ചില സംഭവങ്ങൾ പ്രതികരണങ്ങളായിട്ട് വരും. 1982 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മീനാക്ഷിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ആ ഗ്രാമത്തിൽ മീനാക്ഷിപുരത്ത് ആയിരക്കണക്കിന് ഹരിജനങ്ങളായിട്ടുള്ള ആളുകളെ മതപരിവർത്തനം. അവര് മതപരിവർത്തനം ചെയ്തിട്ട് അവര് മുസ്ലിങ്ങളാവുകയാണ്. മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു. അത് വലിയൊരു ഷോക്കായിരുന്നു. പല കാരണങ്ങളുണ്ടാവും. അവർ പറയുന്നത് ആ സമൂഹത്തിനിടയിലുള്ള അവർക്ക് പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നുകൊണ്ടാണ് തങ്ങൾ മതം മാറിയത് എന്നവര് ആ ഒരു ആർട്ടിക്കിൾ വന്നു, ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ വന്നു. അത് വലിയ ചർച്ചയായി. ആ ചർച്ചയെ തുടർന്ന് അവിടെ ഈ മീനാക്ഷിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് സന്യാസിമാരും അതുപോലെ തന്നെ ശങ്കരാചാര്യന്മാരും ഉൾപ്പെടെ, നമ്മുടെ നാട്ടിൽ സ്വാമി ചിന്മയാനന്ദൻ ഉൾപ്പെടെയുള്ള സന്യാസിമാർ, കാഞ്ചി ശങ്കരാചാര്യ, അങ്ങനെയുള്ള ഡോക്ടർ കരൺ സിംഗിനെ പോലുള്ള ആളുകൾ, അന്നത്തെ പ്രമുഖരായ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം, അങ്ങനെയുള്ള പല ആളുകളും ആ സ്ഥലത്ത് പോയി, വീടുകളിൽ പോയി സമ്പർക്കം നടത്തി എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി അവിടെ വലിയ ഒരു ജാഗരണം നടത്തുകയും അങ്ങനെ മതം മാറിപ്പോയ ആയിരക്കണക്കിന് ആളുകൾ പലരെയും ഹിന്ദു ധർമ്മത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടായി. അത് വലിയൊരു പ്രത്യാഘാതമായി. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഈ വിവേചനമുണ്ട്. ആ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളത്. അതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി വലിയ ബോധവൽക്കരണവും സമ്പർക്കവും നടന്നു. കോടിക്കണക്കിന് വീടുകളിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറി എന്നുള്ളതും വലിയ വിരാട ഹിന്ദു സമ്മേളനങ്ങൾ രാജ്യവ്യാപകമായി നടന്നു. അങ്ങനെ വിരാട ഹിന്ദു സമ്മേളനങ്ങൾ നടന്ന കൂട്ടത്തിൽ കേരളത്തിൽ ഒരു വിശാല ഹിന്ദു സമ്മേളനം, മലയാളത്തിൽ തന്നെ വിശാല ഹിന്ദു സമ്മേളനം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഒരു വലിയ സമ്മേളനം, കേരളത്തിന്റെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ചിന്മയാനന്ദ സ്വാമിയും അതുപോലെ തന്നെ ഡോക്ടർ കരൺ സിംഗിനെ പോലുള്ള പേജ്വാർ മഹാദേവി, വിശ്വേശ്വര തീർത്ഥ സ്വാമികൾ, പ്രൊഫസർ രാജേന്ദ്ര സിംഗ് സർസംഖ്യാലയ, അവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ സമ്മേളനം, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു വിശാല ഹിന്ദു സമ്മേളനം നടന്നു. ആ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആ സമ്മേളനത്തിന്റെ ഒരു വലിയ പന്തൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു മഹാഗണപതി ഹോമം നടക്കുകയുണ്ടായി. ആ മഹാഗണപതി ഹോമം നടക്കുമ്പോൾ ആ ഹോമത്തിന്റെ ആചാര്യനായി അവിടെ വന്നു നിന്നത് സൂര്യകാലടി മനയിലെ ഭട്ടതിരിപ്പാടാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ ഗണപതി ഹവനം നടത്തിയത് പറവൂർ ശ്രീധരൻ തന്ത്രിയായിരുന്നു. പറവൂർ ശ്രീധരൻ തന്ത്രി ഗണപതി ഹോമം നടത്തുമ്പോൾ അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം പകർന്നു കൊടുക്കാൻ സൂര്യകാലടി മന ഭട്ടതിരിപ്പാടുണ്ടായിരുന്നു. ഇതൊരു വലിയ സന്ദേശമാണ് അവിടെ നൽകിയത്. പക്ഷെ ഈ സന്ദേശം എന്ന് പറയുന്നത് ഒരു പുതിയ സന്ദേശമൊന്നുമല്ല. ഈ സന്ദേശം എന്ന് പറയുന്നത് അത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു സന്ദേശം തന്നെയാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, അത് വളരെ സവിശേഷതയുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ കൊട്ടിയൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ വന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടി. നിരവധി കൈകൾ ഉയർന്നിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. 28 ദിവസമാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം. 28 ദിവസമാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുക. ആ സമയത്ത് മാത്രമേ അവിടത്തേക്ക് പ്രവേശനമുള്ളൂ. അതൊരു ക്ഷേത്രമില്ല ക്ഷേത്രമാണ്. അക്കരെ കൊട്ടിയൂർ എന്ന് പറയും. അവിടെ ഒരു കാട് കൊടുത്ത സ്ഥലമാണ്. അതിലൊരു തറയുണ്ട്. അതിലൊരു ശിവലിംഗമുണ്ട്, സ്വയംഭൂവാണ്. ആ ശിവലിംഗത്തിന്റെ ചുറ്റും ഒരു തിരുവഞ്ചിറ എന്ന് പറയും. എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്ഷേത്രമായിട്ടൊന്നുമില്ല. ഈ ശിവലിംഗം മാത്രമാണുള്ളത്. ഇക്കരെ കൊട്ടിയൂരിൽ അങ്ങോട്ടേക്ക് 28 ദിവസം മാത്രമാണ് മനുഷ്യന് പ്രവേശിക്കാൻ പറ്റുക. ബാക്കി ദിവസങ്ങളിൽ മനുഷ്യരാരും അവിടെ പ്രവേശിക്കാറില്ല. ആ 28 ദിവസമാണ് ഉത്സവം. അതിൻ്റെ ആദ്യത്തെ ദിവസം ഈ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്ന സമയത്ത് നീരെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞൊരു ചടങ്ങ്. അപ്പൊ അവിടെ 28 ദിവസം കഴിഞ്ഞാൽ ബാക്കി ആ സ്ഥലത്തെ ഏൽപ്പിക്കുന്നത് അതിന്റെ കയ്യാളായി പ്രവർത്തിക്കുന്ന കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ആ കുറിച്യ സമുദായത്തിൽപ്പെട്ട ആളെ ഏൽപ്പിച്ചിട്ടാണ് ബാക്കിയുള്ളവർ വരിക. പിന്നെ അദ്ദേഹമായി നോക്കി നടത്തേണ്ടതെന്നാണ്. അദ്ദേഹം അതിനൊരു അധികാരമായിട്ട് കൊടുക്കുകയാണ് കുറിച്യ സമുദായം. അപ്പൊ അദ്ദേഹം ഈ നീരെഴുന്നള്ളത്ത് ദിവസം ഇക്കരെ വന്നിട്ട് അദ്ദേഹം ഒരു സംഭവം പറയും. അത് പണ്ടുണ്ടായ സംഭവമാണ്. അവര് അമ്പ് മൂർച്ച കൂട്ടുന്ന സമയത്ത് അവരുടെ ഒരു പാറയിൽ നിന്ന് ചോര വന്ന കാര്യമാണ് പറയുന്നത്. അത് ശിവലിംഗമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അതാണ് അതിന്റെ ഐതിഹ്യം. ഏതായാലും അവരിത് കൊണ്ട് പറയും,
അവിടുത്തെ ജന്മശാന്തിയായിട്ടുള്ള പടിഞ്ഞിട്ട നമ്പൂതിരി, ഞങ്ങളുടെ നാട്ടിലെ ഒരു ഇല്ലക്കാരാണ് പടിഞ്ഞിട്ട നമ്പൂതിരി. ആ നമ്പൂതിരിയും 4 വീട്ടുകാർ, നായർ വീട്ടുകാരും, നമ്മുടെ പി പി മൂന്താട്ടൻ എന്ന് പറയുന്ന ആള്, അവരുടെ 4 വീട്ടുകാരും, ഒരു വീട്ടുകാരും പെട്ട ആളാണ് മൂന്താട്ടൻ. അവരുടെ ഈ 4 വീട്ടുകാരും ഈ നമ്പൂതിരിയും ഈ കുറിച്ചരുടെയും ആശാരിയുടെയും കൂടെ അങ്ങോട്ടേക്ക് ആ ഒരു ബാവലി പുഴയും കടന്ന് പോകുമ്പോൾ കുറച്ച് അവരുടെ ഒരു പൂവയില എന്ന് പറയുന്ന ഒരു ഇലയിൽ വെള്ളം കോരിയെടുത്ത് അങ്ങനെ നടന്നു പോയിട്ട് ആ ശിവലിംഗത്തിന്റെ അടുത്തെത്തിയിട്ട് ആദ്യം അവിടെ അഭിഷേകം നടത്തേണ്ടുന്നത് കുറിച്ച് വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം അഭിഷേകം ചെയ്യുമ്പോൾ ഈ ജലവും പിടിച്ചുകൊണ്ട് നമ്പൂതിരികൾ നിൽക്കുന്നുണ്ടാവും. അദ്ദേഹം അഭിഷേകം ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത അഭിഷേകം നടത്തുന്നത് പടിഞ്ഞിട്ട് നമ്പൂതിരി എന്ന് പറയുന്ന നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ്. ഒരേ ശിവലിംഗത്തിൽ ആദ്യം അഭിഷേകം ചെയ്യാനുള്ള അവകാശം കുറിച്ച് വിഭാഗം എന്ന് പറഞ്ഞാൽ സാമുദായിക ശ്രേണിയിൽ പറഞ്ഞാൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആളാണെങ്കിലും ഒന്നാമത്തെ അവകാശിയായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഒരേ ശിവലിംഗത്തിലാണ് അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെ ആ അഭിഷേകം നടത്തിയിട്ടാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ മനോഹരമായ പവിത്രമായ ഈ ചടങ്ങ് ഒരു മുടക്കം കൂടാതെ നൂറ്റാണ്ടുകളായ അഭംഗുരം തുടർന്നു വരുന്നുണ്ട് എന്നും അതോടുകൂടിയാണ് കൊട്ടിയൂർ ഉത്സവം നടക്കുന്നതെന്ന് മാത്രമല്ല, അതിന്റെ ചുറ്റും കയ്യാലകൾ കെട്ടിയിട്ട് കാണാം. ആ കുട്ടിയിൽ വന്ന കയ്യാലകൾ ഓലപ്പുരകളാണ്. ആ ഓലപ്പുരകൾ ഓരോന്നും ഓരോ ജാതിക്കാരുടെയാണ്. ഹിന്ദു സമൂഹത്തിൽ 60ഓളം ജാതിക്കാരാണ് ഈ കയ്യാലകളിലുള്ളത്. അവർ 28 ദിവസം അവിടെയാണ് താമസിക്കുക. അവിടെ നിന്നുള്ള ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എല്ലാവരും ഒരുമിച്ചാണ് അവിടുന്ന് കഴിക്കുന്നത്. അവിടെ തന്നെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. 100 കണക്കിന് വർഷമായി ഇത് തുടർന്നു വരികയാണ്. ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നത് ഈ എല്ലാ ജാതിക്കാരും ചേർന്നാണ്. ആ ജാതിയിൽപ്പെട്ട ഒരു അവകാശികളായ കുടുംബക്കാർ ചേർന്നിട്ടാണ്. അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ പോലും അവർ തിരിച്ചു വരാതെ ഉത്സവം പൂർത്തിയാക്കിയാൽ മാത്രമേ അവർ തിരിച്ചു വരികയുള്ളൂ എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കൊട്ടിയൂർ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിലെ തിരുവഞ്ചിയുടെ ചുറ്റും താമസിക്കുന്ന ആ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയ ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് അതിന്റെ ഭാവാത്മകത എത്ര ചേതോഹരമാണ്, എത്ര മനോഹരതയുള്ളതാണ്, ആ ഐക്യം എത്ര മാതൃകാപരമാണ് എന്നുള്ളത് നമ്മൾ കാണാൻ സാധിക്കും. മലബാറിൽ എവിടെ ഇപ്പൊ തിറകൾ നടക്കുന്ന സമയമാണ്, തെയ്യം എന്ന് പറയും, ഉറഞ്ഞാടുന്ന തെയ്യം കേട്ടുണ്ടോ? ഏത് ഗ്രാമത്തിൽ തെയ്യം നടക്കണമെങ്കിലും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഒരു തെയ്യം നടത്താൻ സാധിക്കുള്ളൂ. അതിൽ ആ നാട്ടിലുള്ള എല്ലാ സമുദായക്കാർക്കും അവിടെ അവകാശമുണ്ട്, എല്ലാവർക്കും അവിടെ കടമയുണ്ട്. അവകാശമുണ്ട്, കടമയുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് വന്ന് അവിടെ ഒരുമിച്ച് ചേർന്നാണ് ഈ ഉത്സവങ്ങൾ നടത്തുന്നത്. തെയ്യം കെട്ടുന്നത് പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരാണ്, അത് നടത്തി കൊടുക്കുന്നത് ഉയർന്ന സമുദായം എന്ന് പറയുന്ന ആളുകളാണ്. അവരവരെ തൊഴുതുകൊണ്ട് വളരെ ആദരവോടുകൂടി വന്നിക്കുകയാണ്. ഒരു തരത്തിലുള്ള ജാതി വിവേചനവും അവിടെ ഇല്ലാതെ ഇത് നടത്തുന്നു എന്നാണ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്നാണ്? ആത്മീയമായ ഭാഷയിൽ, ആത്മീയമായ അടിത്തറയിൽ ജാതി വിവേചനം എന്ന് പറയുന്ന അസമത്വം എന്ന് പറയുന്നത് ഇല്ലെന്നും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നുമുള്ള ഈ ആശയം നമ്മുടെ പൂർവികന്മാർ വളരെ ഭാവാത്മകമായി ഈ നാട്ടിൽ എത്രയോ സ്ഥലങ്ങളിൽ മാതൃകാപരമായി കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ പലരും ഊതിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഈ വിവേചനം, ആ വിവേചനത്തിന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമോ ആത്മീയതയുടെ പിൻബലമോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമാനതയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ഉടുപ്പിയിൽ നടന്ന വലിയൊരു സന്യാസി സമ്മേളനം, ആ സന്യാസി സമ്മേളനം ഒരു പ്രഖ്യാപനം നടത്തി, ന ഹിന്ദു പതിതോ ഭവൻ, ഹിന്ദുവിൽ താഴുന്നവരില്ല എന്നാണ്. അതിൽ മറ്റ് 2-3 പ്രഖ്യാപനം കൂടി സന്യാസിമാർ നടത്തുകയുണ്ടായി. ഒരു മന്ത്രമാണത്. ആ മന്ത്രം ഇങ്ങനെയാണ്: മമ ദീക്ഷ ഹിന്ദു രക്ഷ, മമ മന്ത്ര സമാനത എന്നാണ്. എന്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ഹിന്ദു രക്ഷയാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഈശ്വരനാണ്, ഈശ്വരിയാണ്, അച്ഛൻ ഈശ്വരനാണ്, വീട്ടിൽ കയറി വരുന്ന നമ്മുടെ അതിഥികൾ ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആപ്തവാക്യമായി ഞാൻ പറയുന്നത് ഈ 3 അവിടെ നിലനിൽക്കട്ടെ, അത് ആവശ്യമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആപ്തവാക്യമായി പറയുന്നത് ദരിദ്ര ദേവോ ഭവ എന്നുള്ളതാണ്. പാവപ്പെട്ടവനാണ് ഈശ്വരൻ. ആ പാവപ്പെട്ടവനെ ഈശ്വരനായി കണ്ട് അവരെ പൂജിക്കുക എന്നുള്ളതാണ് നരപൂജയാണ്. നാരായണ പൂജ ദരിദ്ര പൂജയാണ്, ഈശ്വര പൂജ എന്നുള്ളതാണ്. അങ്ങനെ ഈ അടിസ്ഥാന വിഭാഗത്തെ ഉയർത്തുക എന്നുള്ളതിനാണ് ഈശ്വരന്റെ സാമീപ്യവും സായുജ്യവും സാക്ഷാത്കാരവും കണ്ടെത്തേണ്ടത് എന്നും അങ്ങനെ പാവപ്പെട്ടവനെ കൈപിടിച്ചുയർത്തലാണ് ഈശ്വര പൂജ എന്നും സ്വാമിജി പറഞ്ഞു. അതിന്റെ ഒരു കുറെ കൂടി ബൃഹത് രൂപമായിട്ടാണ് സന്യാസിമാർ അവരെ ഒരു വലിയ ആപ്തവാക്യമായിട്ട് പറഞ്ഞത് ന ഹിന്ദു പതിതോ ഭവ, ഹിന്ദുവിൽ താഴ്ന്നവർ ഇല്ല. താഴ്ന്നവരില്ല എന്ന് പറഞ്ഞാൽ ഉയർന്നവരൊന്നും ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു അസമത്വം ഇല്ല എന്ന് തന്നെയാണ്.
ഐക്യം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു അസമാനതയില്ലാത്ത അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വേർതിരിവില്ലാത്ത ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരണം എന്നുള്ളതാണ്. നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉയർന്നു വരണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള എല്ലാ ഭേദചിന്തകളെയും കുടഞ്ഞെറിയാനുള്ള സാംസ്കാരികമായ ഔന്നത്യം നമ്മൾ കൈവരിക്കണം എന്നുള്ളതാണ്. അതിന്റെ വലിയൊരു പ്രകടീകൃതമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് സ്വർഗീയ മാധവിയുടെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരെയും തന്ത്രിവര്യന്മാരെയും എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് എറണാകുളം ജില്ലയിലെ പാലിയം എന്ന് പറയുന്ന മനയിൽ ഒരുമിച്ച് കൂടിയിട്ട് വലിയൊരു പ്രഖ്യാപനം ഉണ്ടായത്. അതാണ് പാലിയം വിളംബരം എന്നറിയപ്പെടുന്നത്. ആ പാലിയം വിളംബരത്തിന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാവുന്നത് എന്ന്. ഒരു സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ബ്രാഹ്മണനെ സിദ്ധിക്കുന്നില്ല. നേരെ മറിച്ച് കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനാവുന്നത് എന്ന്. വ്യാസൻ അദ്ദേഹം ജനിച്ച സമുദായം നോക്കിയാൽ അദ്ദേഹം ഒരു ബ്രാഹ്മണൻ ജാതിയിലല്ല ജനിച്ചത്. പക്ഷെ അദ്ദേഹം മഹാഭാരതം രചിക്കുകയാണ്. വാൽമീകി ജനിച്ച ജാതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഷെഡ്യൂൾ ട്രൈബ് എന്നൊക്കെ പറയും വാൽമീകി സമുദായം എന്ന് പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം രാമായണം രചിക്കുകയും അദ്ദേഹം ബ്രാഹ്മണ്യത്തിന്റെ ഉത്തുംഗതയിൽ എത്തിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ജാതി എന്ന് പറയുന്നതും അതുപോലെ തന്നെ വർണ്ണം എന്ന് പറയുന്നതും രണ്ടും വെവ്വേറെയാണ്. നേരെ മറിച്ച് വർണ്ണം എന്ന് പറഞ്ഞാൽ വരിക്കുന്നത് വർണ്ണമാണ്, ജനിക്കുന്നത് ജാതിയാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ സമുദായത്തിലെ ജനനം കൊണ്ട് ഒരാൾക്ക് ഒരു ഔന്നത്യമില്ല. അയാളുടെ കർമ്മം കൊണ്ടാണ് അയാൾക്ക് ഔന്നത്യം ഉണ്ടാവുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തെയാണ് പാലിയ വിളംബരം എന്ന് പറയുന്നത്. അതോടുകൂടി 1936 നവംബർ മാസം 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായെങ്കിൽ പിന്നീട് ഈ 1986 പാലിയം വിളംബരത്തോടുകൂടി ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് തൊഴുതിരുന്ന ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അവർക്ക് അർഹതയുണ്ടെങ്കിൽ, അർഹത എന്ന് പറഞ്ഞാൽ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, അവർക്ക് പൂജ നടത്താൻ കഴിയുമെങ്കിൽ, അവർക്ക് താന്ത്രിക കർമ്മങ്ങളിൽ വിൽപ്പത്തി ഉണ്ടെങ്കിൽ, അവകാശമുണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ അവർക്ക് ശ്രീകോവിലിനുള്ളിൽ കയറിയിട്ട് എല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പൂജ നടത്താൻ അധികാരമുണ്ട് എന്ന ഒരു വലിയ ആധികാരികമായ പിൻബലം ഉണ്ടായത് അത് ഈ പാലിയം വിളംബരത്തോടു കൂടിയാണ്. ആ പാലിയം വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാകേഷ് പത്രിക്ക് പിന്നീട് ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്താൻ അനുവാദം നിഷേധിക്കപ്പെട്ട സമയത്ത് സുപ്രീം കോടതി പാലിയം വിളംബരം ആധാരമാക്കിക്കൊണ്ടാണ് രാകേഷ് പത്രിക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ പൂജ നടത്താനുള്ള അനുവാദം നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് പ്രവേശിക്കാനുള്ളതാണെങ്കിൽ, ആരാധന നടത്താനുള്ളതാണെങ്കിൽ, പൂജ നടത്താനുള്ള ഒരു സാഹചര്യം ഇന്നിപ്പോ കേരളത്തിലെ പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും അല്ലാത്ത ക്ഷേത്രങ്ങളിലുമൊക്കെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് പൂജ നടത്താൻ കഴിയുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. ചിലയിടത്ത് അതിന് വിലക്കുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വിലക്കുകളും കാലക്രമേണ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അർഹത എന്ന് പറയുന്നത് ജാതിയല്ല, അർഹത എന്ന് പറയുന്നത് പ്രാമാണികമായി അത് ചെയ്യാനുള്ള കഴിവാണ്, അതിന്റെ പഠിപ്പാണ്, അതാണ് യോഗ്യതയുടെ അടിസ്ഥാനം എന്ന ഒരു കാഴ്ചപ്പാട് വളർന്നു വരികയാണ്. അങ്ങനെ ഈ ഇത്തരം ഒരു കാഴ്ചപ്പാടുകൾ വളർന്നു വരുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ താഴ്ന്നവരില്ല എന്ന ഒരു മഹത്തായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹം വളരുകയാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹൈന്ദവ ഐക്യം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ചില നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ചില സംഘടനകൾ ചേർന്ന് ഉണ്ടാക്കേണ്ടതല്ല. നേരെ മറിച്ച് അത് മനുഷ്യർ തമ്മിലുള്ള, അയൽക്കാർ തമ്മിലുള്ള, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള, ചുറ്റുപാടുമുള്ളവർ തമ്മിലുള്ള ഒരുമയിലൂടെ ഓരോ പ്രദേശത്തും, ഓരോ ഗ്രാമത്തിലും, ഓരോ സ്ഥലത്തും രൂപപ്പെട്ടു വരേണ്ടുന്ന ഹൃദയൈക്യമാണ് സമാനത എന്ന്. മമ മന്ത്ര സമാനത എന്നുള്ളത്, എന്റെ മന്ത്രം സമാനതയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ആ സമാനത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അങ്കുരിച്ച് അത് വളർന്ന് ആ സമാനത എന്നുള്ളത് മഹത്തായ ഒരു ആശയമായി, ആദർശമായി രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. നമുക്ക് സമ്മേളനം എത്ര വർഷം വേണമെന്ന് നടക്കാം, എത്ര സമ്മേളനം വേണമെങ്കിലും നടത്താം. പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുവായി വളർന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇടയിൽ ഈ വൈഭിന്യത കുറഞ്ഞറിയുന്ന സമയത്താണ്. നമ്മുടെ ഇടയിൽ ഈ മിഥ്യാഭിമാനമുണ്ട്. ജാതി ഒരു തെറ്റൊന്നുമല്ല, ഒരു ജാതിയിൽ ജനിക്കുന്നു എന്നത് ഒരു തെറ്റല്ല. പക്ഷെ ജാതി ഭ്രാന്ത് തെറ്റാണ്, ജാതിയുടെ പേരുള്ള മിഥ്യാഭിമാനം തെറ്റാണ്. അത് ശാസ്ത്രവിരുദ്ധമാണ്, അത് ദൈവിക വിരുദ്ധമാണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന യഥാർത്ഥത്തിലുള്ള ചിന്താഗതിക്ക് അനുസൃതമായി വളർന്നു വരാൻ നമുക്ക് സാധിക്കുന്ന സമയത്താണ് നമ്മുടെ സമൂഹം ആരോഗ്യപൂർണമായ, ഈശ്വരദത്തമായ, ഏറ്റവും ഉജ്ജ്വലമായ
ഒരു സമൂഹമായി രൂപാന്തരപ്പെടുക. അതുകൊണ്ട് ഈ നമ്മുടെ സാമൂഹ്യ ഐക്യം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഈ വർഷം നമ്മൾ വളരെ പ്രധാനപ്പെട്ട മഹത്തായ ചില ആഘോഷങ്ങൾ നടക്കുന്ന വർഷമാണ്. അതിൽ ഏറ്റവും മഹത്തമായ ഒരു ദർശനം നമ്മുടെ മുമ്പിലേക്ക് പകർന്നു വന്നിരിക്കുന്ന ഒരു പരിവർത്തനം എന്ന നിലക്കാണ്, പഞ്ചപരിവർത്തനം എന്നൊക്കെ പറയും. അതിൽ ഒരു ആശയം എന്ന് പറയുന്നത് സാമൂഹ്യ സമരസത എന്നതാണ്. ആ സാമൂഹ്യ സമരസത എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർന്നു, ഇനിമേൽ ജാതികൾ വേണ്ടിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മയ്ക്കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാട്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നാണ്. അന്ത്യതൻ അഗ്രജനിവിടെ, വർഗം വർണ്ണം അരുതിവിടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ചുകൊണ്ട് ഈ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വൈഭിന്നതകൾക്കുപരിയായിട്ട് നമ്മളെല്ലാം ഒന്നാണ്, ഒരേ ഈശ്വരന്റെ മക്കളാണ്. നമ്മുടെ ഉപനിഷത്ത് പറയുന്നത് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ എന്നാണ്. ഈശ്വരന്റെ മക്കളെ എന്നാണ്, അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ എന്നാണ്. അങ്ങനെയുള്ള ഈശ്വരന്റെ മക്കളാണ് എന്നുള്ളത് ഗാന്ധിജി ഹരിജനങ്ങൾ എന്ന് വിളിച്ചത് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ആ ഒരു മഹത്തായ ദർശനം നമ്മുടെ സമാജത്തിൽ ഒരു വൈദ്യുത സ്ഫുലിംഗം പോലെ പടർന്നു കയറിയിട്ട് പരസ്പരം ചേർത്ത് പിടിക്കാൻ, കോർത്തു പിടിക്കാൻ, പൊരുത്തു പിടിക്കാൻ, കരളും കയ്യും മെയ്യുമെല്ലാം ചേർത്ത് പിടിക്കാനുള്ള സമഭാവനയാണ് യഥാർത്ഥ ഹിന്ദു ഐക്യം. അതുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.